നമസ്കാരം. 2015 മെയ് 17 രാവിലെ ഏകദേശം ഒരു 6 മണിയാകും. കോട്ടയത്തെ പാമ്പാടിക്ക് സമീപത്തുള്ള പാറാമ്പുഴ ജംഗ്ഷനിൽ ബാബു അദ്ദേഹത്തിന്റെ ആ ബേക്കറിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് പാലും മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. രാവിലെ ബാബുവിന്റെ കടയിൽ പാലും അങ്ങനെ ഒത്തിരി ആളുകൾ എത്താറുണ്ട്. ആ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബാബുവിന്റെ ശ്രദ്ധ റോഡിന്റെ എതിർവശത്തുള്ള ഡ്രൈ ക്ലീനിങ് ഷോപ്പിലേക്ക് തിരിയുന്നത്. ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ ഷട്ടർ കുറച്ച് പൊക്കി വെച്ചിരിക്കുകയാണ്. ബാബുവിന് പരിചയമുള്ള ഒരു ലാലസന്റെ ഷോപ്പാണത്. ലാലസൻ പലപ്പോഴും രാവിലെ അത്യാവശ്യക്കാർക്കുള്ള ഡ്രസ്സ് റെഡിയാക്കാൻ വേണ്ടി ആ ഷോപ്പ് തുറക്കാറുണ്ട്. ശരിക്കും ആ ഷോപ്പിന്റെ പുറകുവശത്താണ് ലാലസന്റെ വീട്. രാവിലെ തന്നെ ലാലസൻ പണി തുടങ്ങിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ബാബു കടയിൽ വന്ന ആളുകളോട് അക്കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അവർക്കൊക്കെ ലാലസനെ അറിയാം. ലാലസൻ അനവധി സ്ഥാപനങ്ങളുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ്. പല സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെ യൂണിഫോം പോലും ഡ്രൈ ക്ലീൻ ചെയ്യിക്കുന്നത് ലാലസന്റെ കടയിലാണ്. ലാലസന്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആളുകളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സമയം അങ്ങനെ കടന്നുപോയി. പാല് വാങ്ങാൻ വന്ന ആളുകൾ പോയി, പുതിയ ആളുകൾ വന്നു. അങ്ങനെ സമയം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ബാബു മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഷട്ടർ തുറന്നു ഇരിക്കുകയാണ്. രാവിലെ ബാബു വന്നപ്പം മുതൽ ബാബു അത് ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ 1 മണിക്കൂറായിട്ടും ആ ഷട്ടർ മുഴുവൻ തുറന്നിട്ടില്ല. ഇതെന്താ ഷട്ടർ മുഴുവൻ തുറക്കാതെ കുറച്ച് മാത്രം ലാലസൻ തുറന്നു വെച്ചിരിക്കുന്നത്? കടയിൽ ആ സമയത്ത് വേറെ ആളുകളില്ലാത്തതുകൊണ്ട് ബാബു റോഡ് ക്രോസ് ചെയ്ത് ലാലസന്റെ കടയുടെ മുന്നിലെത്തി. കടയുടെ മുന്നിലെത്തിയ ബാബു ചിരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു, ലാലസൻ, രാവിലെ തന്നെ പണി തുടങ്ങിയല്ലേ? അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടും അകത്തുനിന്ന് മറുപടിയൊന്നുമില്ല. മറുപടി കിട്ടാതായതും ബാബു ആ ഷട്ടറിലൊന്ന് കൂട്ടി. ലാലസൻ, എന്താ പകുതി തുറന്നു വെച്ചിരിക്കുന്നേ? വീണ്ടും മറുപടിയില്ല. സംശയം തോന്നിയ ബാബു ആ ഷട്ടർ പതുക്കെ മുകളിലേക്ക് പൊക്കി. ഷട്ടർ മുകളിലേക്ക് പൊക്കിയ ബാബുവിന്റെ കണ്ണുകൾ പെട്ടെന്നാണ് ആ കൗണ്ടറിൽ ചിതറിയിരിക്കുന്ന രക്തത്തിൽ പതിയുന്നത്. ഷട്ടറിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ രക്തത്തുള്ളികൾ ചുവരിലേക്കും അവിടെയുള്ള ഡ്രസ്സുകളിലേക്കും ചിതറി തെറിച്ചിരിക്കുകയാണ്. അമ്പരപ്പോടെ ബാബു അകത്തേക്ക് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് എന്തോ ഒന്ന് തറയുന്ന ഇടതു ഭാഗത്തേക്ക് വലിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇടതു ഭാഗത്ത് ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ ഹാളുണ്ട്. അവിടേക്കാണ് എന്തോ വലിച്ചിഴച്ചിരിക്കുന്നത്. ഭയന്നുപോയ ബാബു തിരിഞ്ഞ് അയാളുടെ കടയിലേക്ക് നോക്കുമ്പോൾ കടയുടെ മുന്നിൽ 1-2 ആളുകൾ സാധനം വാങ്ങാൻ എത്തിയിട്ടുണ്ട്. അവരെ ബാബു ഉടൻ ബാബുവിന്റെ അടുത്തേക്ക് വിളിച്ചു. റോഡ് ക്രോസ് ചെയ്ത് ബാബുവിന്റെ അടുത്തെത്തി അവർ ബാബു പറഞ്ഞനുസരിച്ച് കടയിലേക്ക് നോക്കുമ്പോൾ അവരും ആ കാഴ്ചകൾ കണ്ടു. രക്തം ചിതറിയിട്ടുണ്ട്. എന്തോ ആ റിസപ്ഷൻ ഭാഗത്തുനിന്ന് അകത്തേക്ക് വലിച്ചിട്ടുമുണ്ട്. അതെന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം ബാബുവിനും കൂടുതൽ ആളുകൾക്കും ഉണ്ട്. പക്ഷേ രക്തം തെറിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായി. ആ കൂട്ടത്തിൽ ലേശം പ്രായമുള്ള ആള് ബാബുവിനോട് പറഞ്ഞു, ബാബു, എന്തായാലും നമുക്ക് അകത്തേക്ക് കയറണ്ട, എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുകയാണ്, നമുക്ക് പോലീസിനെ വിവരം അറിയിക്കാം. സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ ഇടിച്ചു കയറിയാണ് പതിവ്. പക്ഷേ അന്ന് എന്തുകൊണ്ടോ ആ സ്ഥലത്തേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു പ്രവണത തുടക്കത്തിലെ ബാബുവും കൂടുതൽ ആളുകളും അങ്ങ് തടഞ്ഞു എന്ന് പറയാം. അവര് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനെ വിവരം അറിയിച്ചു. ശരിക്കും ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പ് ഏത് സ്റ്റേഷന്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യം ബാബുവിനോ കൂടെ ഉള്ളവർക്കോ അറിയില്ല. പാമ്പാടി സ്റ്റേഷനും മണർകാട് സ്റ്റേഷനും ഉണ്ട്. അവര് ആദ്യം അവർക്ക് തോന്നിയ നമ്പറിലേക്ക് വിളിക്കായിരുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാമ്പാടി സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പോലീസുകാർക്ക് സ്ഥിരം പരിചയമാണ് ഇത്തരം കേസുകൾ. സ്ഥലത്തെത്തിയ പോലീസ് തുറന്നിരിക്കുന്ന ആ കടയിലേക്ക് പ്രവേശിച്ചു. അവരും ആ കാഴ്ച കണ്ടു, രക്തം ചിതറിയിരിക്കുന്ന കാഴ്ച. അകത്തേക്ക് കടന്ന പോലീസ് അവിടെ ആ രക്തം വലിച്ചിഴിച്ചിരിക്കുന്ന ഭാഗത്തുനിന്ന് ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഹാളിൽ വെട്ടി വികൃതമാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ ബോഡി കിടക്കുന്ന കണ്ടു. ശരിക്കും അവന്റെ മുഖത്ത് ക്രൂരമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. സമീപത്തായി ഒരു സ്ത്രീയുടെയും പ്രായമുള്ള ഒരു പുരുഷന്റെയും ബോഡിയും പോലീസ് കണ്ടു. പോലീസ് അകത്ത് കണ്ട കാഴ്ച പുറത്തു നിൽക്കുന്ന ആളുകളോട് പറഞ്ഞതും അതിൽ നിന്ന് 1-2 പേർ അകത്തുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനായി പോലീസ് പറഞ്ഞ റൂട്ടിലൂടെ നടന്ന് പോലീസിനടുത്തെത്തി. അവിടെയുള്ള തെളിവുകളൊന്നും നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു കരുതൽ ആ പോലീസ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ്.ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ആ റൂട്ട് വഴി അവിടെ ആളുകൾ എത്തിയത്. അകത്തേക്ക് നോക്കിയ ബാബു ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അകത്ത് അയാൾ കാണുന്നത് ലാലസൻ എന്ന ആ ഡ്രൈ ക്ലീനിങ് സെന്ററിന്റെ ഉടമയുടെ ഡെഡ് ബോഡിയും കൂടെ അയാളുടെ ഭാര്യ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നകുമാരിയുടെ ബോഡിയും അവരുടെ മകൻ പ്രവീണിന്റെ ബോഡിയുമാണ്. ആ 3 ആളുകളെയും
ക്രൂരമായി ആരോ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ബോഡികൾക്ക് ഒരു അനക്കവുമില്ല. കൊല ചെയ്യപ്പെട്ടിട്ട് ഒരുപാട് മണിക്കൂറുകളായെന്ന് ആ ബോഡികളിലേക്ക് ഒരു നിമിഷം നോക്കുന്ന ഏവർക്കും മനസ്സിലാവും. ഭയന്നുപോയ ബാബു വേഗം പുറത്തേക്ക് ഇറങ്ങി. ബാബു കണ്ട കാഴ്ച പുറത്തേക്കുന്ന ആളുകളോട് പറയുകയും ചെയ്തു. ലാലസിന് ശത്രുക്കളൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാ ആളുകളുമായും നല്ല അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ലാലസ്. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നകുമാരിക്ക് എല്ലാ ആളുകളുമായും നല്ല ബന്ധമാണ്. ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ ആളുകളും ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നകുമാരിയുമായി കണക്ഷൻ ഉള്ളവരാണ്. അതുപോലെ തന്നെയാണ് പ്രവീണിനെയും എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും അവരോട് ശത്രുത തോന്നാനുള്ള സാധ്യതകളുമില്ല. പക്ഷെ അകത്ത് 3 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നുള്ളതിന് സത്യവുമാണ്. ഈ സമയത്താണ് സർക്കിൾ ഇൻസ്പെക്ടർ സാജു വർഗീസ് സ്ഥലത്തെത്തുന്നത്. മണ്ണർക്കാട് പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ നിമിഷം മുതൽ അന്വേഷണ ചുമതല മണ്ണർക്കാട് പോലീസിനാണ്. മണ്ണർക്കാട് പോലീസും പാമ്പാടി പോലീസും പക്ഷെ ഒരുപോലെ ആ വിഷയത്തിൽ സഹകരിക്കുകയാണ്. സർക്കിൾ ഇൻസ്പെക്ടർ സാജു വർഗീസ് ഉടൻ തന്നെ ഫോറൻസിക് വിഭാഗത്തെയും ഡോഗ് സ്ക്വാഡിനെ വിവരം അറിയിച്ചു. അദ്ദേഹം ഡിവൈഎസ്പിക്കും അതുപോലെ എസ്പിക്കും ഒക്കെ ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. കോട്ടയം നഗരത്തെ ആകെ നടുക്കിക്കൊണ്ടാണ് 3 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു വീട്ടിലെ 3 ആളുകൾ അതീവ ക്രൂരമായി കൊലയപ്പെട്ടിരിക്കുകയാണ്. എന്താണ് കൊലയുടെ കാരണം? ആരാണ് കൊന്നത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഫോറൻസിക്കാർക്കൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. അവിടെ എത്തിയ പോലീസ് നായ മണം പിടിച്ചുകൊണ്ട് ആ മുറിക്കകത്തുനിന്ന് ഓടിക്കേറിയത് ആ വീട്ടിലേക്കാണ്. വീടിനകത്തേക്ക് പോലീസ് നായ കയറുമ്പോൾ കൂടെ പോലീസും ഉണ്ട്. നേരത്തെ തന്നെ സാജു വർഗീസ് ആ വീടിനകത്ത് കയറി നോക്കിയിരുന്നു. ആ വീടിനകത്തെ അലമാരകളും അതുപോലെ മേശവലിപ്പുകളും തുറന്നു കിടക്കുകയാണ്. കിടക്ക പോലും വലിച്ചിളക്കിയിരിക്കുകയാണ്. കാര്യമായ ഒരു മോഷണ ശ്രമം ആ വീടിനകത്ത് നടന്നിട്ടുണ്ട്. ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ ഡ്രോയും തുറന്നിരിപ്പുണ്ടായിരുന്നു. പണം മോഷ്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരോ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിലേക്ക് കടന്ന് നടത്തിയിരിക്കുന്ന ക്രൂരമായ കൊലപാതകമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ സാജു വർഗീസിന് മനസ്സിലായതാണ്. പോലീസ് നായ അവിടേക്ക് മണം പിടിച്ചതിന് ശേഷം അവിടുന്ന് ആ ഷോപ്പ് വഴി തന്നെ പുറത്തേക്ക് ചാടി ഇറങ്ങി. അത് കുറെ ദൂരം കോട്ടയം റൂട്ടിലേക്ക് ഓടുകയും ചെയ്തു. കുറച്ചു ദൂരം ഓടിയ ആ പോലീസ് നായ ഓടി എത്തിയത് ഒരു ജംഗ്ഷനിലാണ്. ഓട്ടോ സ്റ്റാൻഡിലെത്തിയ പോലീസ് നായ അവിടെ അങ്ങ് നിന്നു. പോലീസിന് കാര്യം മനസ്സിലായി. അവിടെ നിന്ന് വാഹനത്തിൽ കൊലപാതകികളോ രക്ഷപ്പെട്ടിരിക്കണം. വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് ആ കൊല നടത്തിയിരിക്കുന്നത്. ഒരാളാണോ കൊല നടത്തിയത് അതോ ഒന്നിലധികം ആളുകളാണോ? അതിനുള്ള ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത്. ഫോറൻസിക് വിഭാഗം അവരുടെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. കിട്ടാവുന്ന എല്ലാ തെളിവുകളും അവർ ശേഖരിക്കുന്നുണ്ട്. അതീവ ക്രൂരമായി ആ 3 ആളുകളെയും വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ്. രക്തത്തുള്ളികൾ അവിടെ ചിതറിയിട്ടുണ്ട്. 3 പേരുടെയും രക്തം പരസ്പരം കലർന്നിട്ടുമുണ്ട്. ഫോറൻസിക്കാർ ഒരു കാര്യം കൂടി വ്യക്തമായി നോട്ട് ചെയ്തു. കൊല ചെയ്യപ്പെട്ട പ്രസന്നകുമാരിയുടെ ഒരു ചെവി അറുത്ത് എടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ മോഷ്ടാക്കൾ അങ്ങനെ ചെയ്യുന്നതല്ല. ഇവിടെ ആ പ്രസന്നകുമാരിയുടെ ചെവിയിലുണ്ടായിരുന്ന കമ്മൽ ഇളക്കിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മോഷ്ടാവ് ആ ചെവി അറുത്തെടുത്തതാകും. അതീവ ക്രൂരമായി ആളുകളെ കൊല്ലുന്നതിൽ ഒരു മടിയുമില്ലാത്ത ആരോ ആണ് കൊല നടത്തിയിരിക്കുന്നത്. ഒരാളോ ഒന്നിലധികം വ്യക്തികളോ കൊലയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോറൻസിക് ടീം അവിടെ കിട്ടാവുന്ന എല്ലാ തെളിവുകളും പരിശോധിക്കുമ്പോൾ കൊല്ലപ്പെട്ട പ്രവീണിന്റെ അനുജൻ സ്ഥലത്തെത്തി. അവൻ ശരിക്കും അവിടെ എത്തുമ്പോൾ അതൊരു സങ്കടകരമായ നിമിഷമാണ്. അലറി വിളിച്ചുകൊണ്ട് ആ ബോഡികളുടെ അടുത്തേക്ക് പോകാൻ അവനൊരു ശ്രമം നടത്തിയെങ്കിലും പോലീസ് അവനെ തടുത്തു. അവനെ ഒന്ന് ശാന്തനാക്കുമ്പോഴാണ് വീടിനകത്തുനിന്ന് മോഷണം പോയ സാധനങ്ങളുടെ ഒരു വലിപ്പത്തെക്കുറിച്ച് പോലീസിന് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുന്നത്. ആ വീട്ടിൽ ഒരു അലമാരയിൽ പ്രമാണവും ഡോക്യുമെന്റൊക്കെ വെക്കുന്ന ഒരു പതിവുണ്ട്. അതെല്ലാം വലിച്ചു വാരി താഴെയിട്ടേക്കാണ്. അതിനകത്ത് ഒരു അറയിൽ കുറച്ച് സ്വർണം ഉണ്ടായിരുന്നു. ആ സ്വർണം മിസ്സായിരിക്കുകയാണ്. പ്രവീണിന്റെ അനുജൻ അത് പോലീസിനോട് സൂചിപ്പിച്ചു. ആ അലമാരയിൽ തന്നെ ടോർച്ചും വാച്ചും മോതിരവും ഒക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം മിസ്സായിരിക്കുകയാണ്. മോഷ്ടാവ് ആ അലമാര നന്നായി പരിശോധിച്ചിരിക്കുന്നത് വ്യക്തമാണ്. ഇതിനു പുറമെ പ്രസന്നകുമാരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും മിസ്സായിരിക്കുകയാണ്. മോഷ്ടാക്കൾ എടുക്കാൻ കഴിയുന്ന എല്ലാ ആഭരണങ്ങളും എടുക്കുകയും അവിടെ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ ഡ്രോയ്ക്കകത്തുണ്ടായിരുന്ന പണവും എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രവീണിന്റെ സഹോദരനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന പോലീസ് ചുറ്റുവട്ടത്തുള്ള ആളുകളോടൊക്കെ അവർക്കറിയാവുന്ന വിവരങ്ങളും തിരക്കി തുടങ്ങി. ആ ഷോപ്പിൽ ഒരു ജീവനക്കാരൻ ഉണ്ടായിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അവൻ രാവിലെ അവിടെ എത്തേണ്ടതാണ്. പക്ഷെ രാവിലെ ആയിട്ടും അവനെ കണ്ടിട്ടില്ല. ആ കാര്യം നോട്ട് ചെയ്ത ബാബുവാണ് പോലീസിനോട് അത് സൂചിപ്പിച്ചത്. സാധാരണ രീതിയിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ആ ജോലിക്കാരൻ അവിടെ വരുന്നതാണ്. ഇന്നിപ്പോ സമയം ഉച്ച കഴിഞ്ഞിട്ടും ആ ജോലിക്കാരൻ എത്തിയിട്ടില്ല. ഇനി മരണം അറിഞ്ഞതുകൊണ്ട്
അവൻ ഭയന്നിട്ട് അങ്ങോട്ട് വരാത്തതാണോ? എന്തായാലും ആ കാര്യം ബാബു പോലീസിനോട് പറഞ്ഞതും പോലീസ് അവന്റെ പേര് ചോദിച്ചു. ഒരു ഹിന്ദിക്കാരനാണ്, ജയ്സിംഗ് എന്നാണ് അവന്റെ പേര്. അത്രയും കാര്യങ്ങൾ ബാബുവിന് അറിയാം. അങ്ങനെ ബാബു പറഞ്ഞതും പ്രവീണിന്റെ അനുജനോട് സജു വർഗീസ് അവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ തിരക്കി. ഉത്തർപ്രദേശിലെ മധുര ജില്ലയിൽ നിന്നാണ് ജയ്സിംഗ് അവിടെ എത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 2 മാസം മുമ്പ്. പോലീസ് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ആ ജയ്സിംഗിനെ കുറിച്ച് ശേഖരിച്ചു തുടങ്ങി. അതേസമയത്ത് ഇൻക്വസ്റ്റ് നടപടികൾ കംപ്ലീറ്റ് ചെയ്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ബോഡി കൊണ്ടുപോകാനുള്ള സമയമായി. ആ നാട്ടിൽ എല്ലാവരും അറിയുന്ന, നാട്ടുകാരോട് നല്ല അടുപ്പമുള്ള പ്രസന്ന കുമാരി എന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ബോഡി വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ധാരാളം സ്ത്രീകൾ അവിടേക്ക് എത്തിയിരുന്നു. പ്രസന്നകുമാരിയുടെയും ഭർത്താവ് ലാലസിന്റെയും മകൻ പ്രവീണിന്റെയും ബോഡികൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പിറ്റേന്ന് നടക്കത്തുള്ളൂ. അന്ന് വൈകുന്നേരം സാജു വർഗീസും ടീമും അതുവരെയുള്ള അവരുടെ കണ്ടെത്തലുകൾ ഒന്ന് വിലയിരുത്തി തുടങ്ങി. കൊല ചെയ്യാൻ പ്രതികളെയോ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഏകദേശം അവര് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മോഷണമാണ് ലക്ഷ്യം. മോഷണ ശ്രമത്തിനിടയിലാകണം ആ കൊലപാതകങ്ങൾ നടന്നിരിക്കുക. ആ സ്പോട്ടിൽ നിന്ന് മിസ്സായിരിക്കുന്ന കക്ഷി ജയ്സിംഗ് എന്നുള്ള ജോലിക്കാരനാണ്. ഈ മോഷണവും കൊലപാതകവും ഒക്കെ അറിഞ്ഞിട്ട് അവൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതാണോ? ആ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. സാജു വർഗീസ് അന്ന് വൈകുന്നേരം തന്നെ സൈബർ സെല്ലിനെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു. കൊല്ലപ്പെട്ട ആ 3 പേരുടെയും ടെലിഫോൺ നമ്പറുകൾ അവർക്ക് കൊടുത്തുകൊണ്ട് ആ ടെലിഫോൺ നമ്പറുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭീഷണി കോളുകളോ മറ്റോ വന്നോ നോക്കാനാണ് ആവശ്യപ്പെട്ടത്. അവരുടെ കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിക്കണമല്ലോ. കൊല ചെയ്യാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതറിയാൻ ആ ഒരു അന്വേഷണം സഹായിക്കും. അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തിയാകുമ്പോഴാണ് ഡോക്ടേഴ്സ് മറ്റൊരു കാര്യം പോലീസിന് ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രവീണിന്റെ പുറത്ത് ശക്തമായി വൈദ്യുത ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് ആസിഡ് ഒഴിച്ചിട്ടുമുണ്ട്. ഡ്രൈ ക്ലീനിങ് ആവശ്യത്തിനായി കരുതിയിരുന്ന ആസിഡാണ് പ്രവീണിന്റെ മുഖത്തേക്ക് എടുത്തൊഴിച്ചിരിക്കുന്നത്. പ്രവീൺ എന്നിട്ടും മരിക്കാത്തത് കൊണ്ടാകാം അവസാനം അയാളെ ഷോക്ക് അടിപ്പിച്ചിരിക്കുന്നത്. മറ്റു 2 പേരും വെട്ടിക്കൊലപ്പെടുത്തിയതുപോലെ പ്രവീണിനെയും വെട്ടിയിട്ടുണ്ട്. വെട്ട് ഏറ്റതിന് ശേഷമാണ് പ്രവീണിനെ ഷോക്ക് അടിപ്പിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് മറ്റൊരു കാര്യം കൂടി പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. രാത്രി ഏകദേശം 11:30-ക്കും 12:30-ക്കും ഇടയിലാണ് ആ കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന്റെ ആ പ്രാഥമിക നിഗമനങ്ങളിലൂടെ സാജു വർഗീസ് അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വരുന്നത്. ആ 3 ഫോണിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ 3 ഫോണിൽ 2 ഫോണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ 2 ഫോണിലും അവസാനം വന്നിരിക്കുന്ന കോൾ വിളിച്ചിരിക്കുന്നത് ഒരു നമ്പറിൽ നിന്നാണ്. ഒരേ നമ്പറിൽ നിന്ന് ആ 2 ഫോണിലേക്ക് കോൾ വന്നിരിക്കുന്നു. പ്രവീണിന്റെയും അതുപോലെ ലാലസിന്റെയും. സാജു വർഗീസ് അത് ആരുടെ നമ്പറാണെന്ന് തിരക്കിയപ്പോൾ സൈബർ സെല്ലുകാർ ആ ആളുടെ വിവരം പോലീസിന് കൊടുത്തു. അതൊരു ഹരിശങ്കറിന്റെ നമ്പറാണ്. അയാള് കിംസ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഹരിശങ്കറിനെ ഉടൻ തന്നെ സാജു വർഗീസ് ബന്ധപ്പെട്ടു. പോലീസ് ബന്ധപ്പെട്ടതും ഹരിശങ്കർ നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു. കോട്ടയത്തെ കിംസ് ഹോസ്പിറ്റൽ അവരുടെ ഹോസ്പിറ്റലിലെ തുണികളൊക്കെ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ കൊടുക്കുന്നത് ഈ ലാലസന്റെ ഷോപ്പിലാണ്. ശനിയാഴ്ച സാധാരണഗതിയിൽ രാത്രി 10 മണിക്ക് മുമ്പായി ലാലസൻ ആ ഡ്രൈ ക്ലീൻ ചെയ്ത തുണി കൊണ്ടു കൊടുക്കേണ്ടതാണ്. തുണി സമയത്ത് വരാത്തത് കൊണ്ടാണ് ഹരിശങ്കർ ആ ഷോപ്പിലേക്ക് വിളിച്ചത്. ഹരിശങ്കർ ആദ്യം വിളിച്ചത് പ്രവീണിനെയാണ്. പ്രവീണിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത ആള് ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു. ഹരിശങ്കറിന് സംഭവം ഒന്നും മനസ്സിലായില്ല. കുറെ കഴിഞ്ഞിട്ട് ഹരിശങ്കർ ലാലസന്റെ ഫോണിലേക്ക് വിളിച്ചു. ലാലസന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ലാലസൻ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ തുണി കിംസിൽ എത്തിക്കാമെന്ന് ഹരിശങ്കറോട് പറയുകയും ചെയ്തു. അപ്പോഴേക്കും രാത്രി ഒത്തിരി ആയതുകൊണ്ട് പിന്നീട് ഹരിശങ്കർ ലാലസിനെ വിളിച്ചതുമില്ല. ഹരിശങ്കർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും സാജു വർഗീസ് ഹരിശങ്കറോട് ചോദിച്ചു, ഒരു ഹിന്ദിക്കാരൻ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ, ആരാ അയാള്? സർ, അതെനിക്ക് അറിയത്തില്ല, ചിലപ്പോ ആ ഷോപ്പിലുള്ള ആരെങ്കിലും ആയിരിക്കും സർ. അതുമാത്രമല്ല, അയാൾ പറഞ്ഞത് എനിക്ക് എന്താണെന്ന് മനസ്സിലായതുമില്ല, അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ലാലസിനെ വിളിച്ചത്. ഹരിശങ്കർ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഹരിശങ്കർ വിളിച്ച സമയമാണ് ആ പ്രത്യേകത. ഹരിശങ്കർ പ്രവീണിനെ വിളിക്കുന്നത് രാത്രി 11 മണി കഴിഞ്ഞതിന് ശേഷമാണ്. 11 മണി കഴിഞ്ഞതിന് ശേഷം ആ ഫോൺ അറ്റൻഡ് ചെയ്ത വ്യക്തി ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ പ്രവീണിനൊപ്പം ഒരു ഹിന്ദിക്കാരൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ്. ആ ഹിന്ദിക്കാരൻ ആരായിരിക്കും? സാജു വർഗീസ് ആ ചോദ്യം
അദ്ദേഹത്തിന്റെ ടീമുകളുമായി പങ്കുവച്ചു. അവര് ഉടൻ തന്നെ വീണ്ടും ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിലെത്തി. അവിടെ എത്തി അവർ പ്രവീണിന്റെ അനുജനോട് രാത്രിയിൽ ഏതെങ്കിലും ഹിന്ദിക്കാർ അവിടെ വരാറുണ്ടോ എന്ന് തിരക്കിയപ്പോൾ ജയ്സിംഗ് അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ ജയ്സിംഗിനെ തലേദിവസം രാവിലെ മുതൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോ തിങ്കളാഴ്ച വൈകുന്നേരം ആകാറായി. ഇത്രയും സമയമായിട്ടും ജയ്സിംഗ് മടങ്ങിയെത്തിയിട്ടുമില്ല. ജയ്സിംഗ് ആയിരിക്കും പ്രവീണിന്റെ ഫോൺ എടുത്തതെന്ന് ഒരു ധാരണ പെട്ടെന്ന് സാജു വർഗീസിനുണ്ടായി. അങ്ങനെ തോന്നിയതും സാജു പ്രവീണിന്റെ അനുജനോട് പ്രവീണിന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞു. അവൻ ഉടനെ ആ വീട് മുഴുവൻ പരിശോധിച്ചു. വീട്ടിനകത്ത് ഫോണില്ല. വീട്ടിനകത്ത് ഫോണില്ലെങ്കിൽ പിന്നെ ഫോൺ കാണാൻ സാധ്യതയുള്ളത് കടയ്ക്കുള്ളിലാണ്. സാജു വർഗീസ് ആ ചെറുപ്പക്കാരനൊപ്പം കടയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ ആ കടയ്ക്കകം റിബൺ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനകത്തുകൂടി സാജു വർഗീസും പ്രവീണിന്റെ അനുജനും അകത്ത് കിടന്ന് സാധാരണഗതിയിൽ പ്രവീൺ ഫോൺ വയ്ക്കാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് നോക്കി. അവിടെ ഫോണില്ല. പ്രവീണിന്റെ ഫോണ് അവിടെ നിന്ന് മിസ്സായിരിക്കുകയാണ്. അങ്ങനെ തോന്നിയതും സാജു വർഗീസ് വീണ്ടും സൈബർ സെല്ലിനെ ബന്ധപ്പെട്ട് പ്രവീണിന്റെ ഫോൺ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രവീണിന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച സൈബർ സെൽ ആ നിമിഷം തന്നെ സാജു വർഗീസിന് വിവരം ഹാൻഡ് ഓവർ ചെയ്തു. പ്രവീണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പ്രവീണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. കോട്ടയത്ത് ആ കൊല നടന്ന വീട്ടിലുണ്ടായിരുന്ന ഫോൺ തിരുവനന്തപുരത്ത് എങ്ങനെ എത്തി? ഉത്തരം വ്യക്തമാണ്. കൊല ചെയ്ത വ്യക്തികൾ ആ ഫോണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് ആ ഫോൺ കൊണ്ടുപോയത് ആരായിരിക്കും? ഇപ്പൊ പോലീസിന് സംശയം ആ ജയ്സിംഗിലേക്ക് വരികയാണ്. ജയ്സിംഗിനെ 2 ദിവസമായിട്ടും കാണാനേ ഇല്ല. ജയ്സിംഗിന്റെ അഡ്രസ് ഉത്തർപ്രദേശിലെ മധുരയാണ്. സാജു വർഗീസിന്റെ ടീമിന് ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായി. ജോലിക്കാരനായിരുന്ന ജയ്സിംഗ് ഉടമയായ ലാലസിനെയും ഭാര്യയും മകനെ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഉത്തർപ്രദേശിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരു സംശയം സാജു വർഗീസിനും ടീമിനും ഉണ്ട്. അവർക്ക് മാത്രമല്ല, നാട്ടുകാർക്കൊക്കെ ആ സംശയമുണ്ട്. പ്രവീണും ലാലസനും പ്രസന്നകുമാരിയൊക്കെ അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകളാണ്. ആ 3 പേരെയും ഒറ്റയ്ക്ക് ഒരാൾക്ക് കൊലപ്പെടുത്താൻ പറ്റുമോ? ഈ പറഞ്ഞ ജയ്സിംഗ് അത്ര വലിയ സൈസ് എന്നുള്ള ആളൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. അവനെങ്ങനെയാ 3 പേരെ കൊലപ്പെടുത്താൻ കഴിയുക? അതുമാത്രമല്ല, ഒരാളെ കൊലപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത്തെ ആളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അയാളുടെ കരച്ചിൽ മറ്റുള്ള ആളുകൾ കേൾക്കത്തില്ലേ? റോഡാണ് കടയ്ക്ക് ചേർന്നുള്ളത്. റോഡിലൂടെ വാഹനങ്ങൾ എപ്പോഴും പാഞ്ഞു പോകുന്നതാണ്. അസ്വാഭാവികമായ കരച്ചിലോ ബഹളമോ കേട്ടാൽ ആളുകൾ എന്തായാലും അറിയും. അങ്ങനെ ഒരു കരച്ചിലോ ബഹളമോ ആരും കേട്ടതായി ഓർക്കുന്ന പോലുമില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു? ജയ്സിംഗ് ചിലപ്പോ അവന്റെ കൂട്ടുകാരെ വിളിച്ചു കൂട്ടി അവരെല്ലാവരും കൂടി ചേർന്ന് ആ 3 കൊന്നതാകുമോ? പലതരത്തിലുള്ള ചർച്ചകൾ ആ വിഷയത്തെക്കുറിച്ച് നടക്കുമ്പോൾ സാജു വർഗീസ് വിവരം ഡിവൈഎസ്പിക്കും എസ്പിക്കും റിപ്പോർട്ട് ചെയ്തു. ഡിവൈഎസ്പിക്കും എസ്പിക്കും ആ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാജു വർഗീസിന് ഇനി വേണ്ടത് ഒരു പെർമിഷനാണ്. ആ ജയ്സിംഗിനെ ഫോളോ ചെയ്ത് അവന്റെ നാട്ടിലേക്ക് പോകാനുള്ള പെർമിഷൻ. തിരുവനന്തപുരത്ത് പോയിട്ട് ഉത്തർപ്രദേശിലേക്ക് പോകേണ്ട കാര്യം എന്ത് എന്നൊരു ചോദ്യം സാജു വർഗീസ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ ഡിവൈഎസ്പിയും എസ്പിക്ക് സാജു വർഗീസിനോട് ചോദിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിലേക്ക് പോവാൻ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നല്ലേ നല്ലത്? തിരുവനന്തപുരത്ത് പോയിട്ട് എന്തിന് അവൻ എറണാകുളം വഴി വീണ്ടും മടങ്ങി വരണം? അതൊരു റിസ്ക്കാണ്. അതിന് ഉത്തരം അറിയണമെങ്കിൽ അവർക്ക് ജയ്സിംഗിനെ കിട്ടിയേ പറ്റൂ. തിരുവനന്തപുരത്തേക്ക് ചെല്ലുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ ആണെങ്കിലോ, അവിടെ അവന്റെ സുഹൃത്തുക്കളാണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊപ്പം കൂടാം. അതുമല്ലെങ്കിൽ മധുര വഴി ചെന്നൈക്കോ പോകാം. ചെന്നൈ ട്രെയിൻ ട്രിവാൻഡ്രത്ത് നിന്നുണ്ട്. എന്തായാലും പോലീസിനെ കൺഫ്യൂസ് ചെയ്യുക എന്ന ഉദ്ദേശം ജയ്സിംഗിന് ഉണ്ടാകും. അവൻ ഉത്തർപ്രദേശിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഉത്തർപ്രദേശിലേക്കുള്ള എല്ലാ ട്രെയിനുകളും എറണാകുളം വഴിയാണ് വരുന്നത്. അതുമാത്രമല്ല, ആ ട്രെയിനുകൾ ഒട്ടുമുക്കാൽ എണ്ണവും കോട്ടയം വഴിയാണ് പോകുന്നത്. അവന് കോട്ടയത്ത് നിന്ന് ഏതെങ്കിലും ട്രെയിനിൽ ഈസിയായിട്ട് കയറാം. ഇതൊന്നും ചെയ്യാതെ തിരുവനന്തപുരത്ത് പോയിരിക്കുന്നു. പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വാർത്തയാണ് സൈബർ സെല്ല് എന്തായാലും പോലീസിന് കൊടുത്തത്. പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കാതെ അവരുടെ അടുത്ത നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. അവനിനി തിരുവനന്തപുരം വഴി പോയോ, കോട്ടയം വഴി പോയോ, എറണാകുളം വഴി പോയോ, ഇതൊന്നും അവരുടെ വിഷയമല്ല. അവർ നേരെ അവന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ടീം അതിവേഗം UP-യിലേക്ക് തിരിച്ചു. ശരിക്കും ഈ അന്വേഷണത്തിന് ഇപ്പോഴാണ് ഒരു പേര് വീഴുന്നത്, ഓപ്പറേഷൻ ഹൈ സ്പീഡ്. അതിവേഗം അവർക്ക് മധുരയിലെത്തണം. ഈ ജയ്സിംഗ് വിവിധ വഴികളിലൂടെ വളഞ്ഞു പൊളഞ്ഞായിരിക്കും മിക്കവാറും മധുരയിൽ എത്താൻ സാധ്യത. അവൻ തിരുവനന്തപുരത്തേക്ക് പോയെന്ന് കേട്ടപ്പോഴേ
അങ്ങനെ ഒരു ചിന്ത സാജു വർഗീസിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അവൻ എങ്ങനെ വളഞ്ഞ് മധുരയിൽ എത്തിയാലും അവനെ കാത്ത് അവിടെ പോലീസ് ഉണ്ടാകുക. ആ ഒരു തീരുമാനത്തിലാണ് സാജു വർഗീസ് എത്തിയിരിക്കുന്നത്. സാജു വർഗീസിനൊപ്പമുള്ളത് കരുത്തരായ കേരള പോലീസിന്റെ ഒരു നല്ല ടീമാണ്. അവര് യു പിയിലെത്തി. യു പിയിൽ മധുരയിലെത്തിയ അവര് അവിടെയുള്ള SP പോയി കണ്ടു. SP കണ്ട് ജയ്സിംഗ് എന്ന ഒരാള് കോട്ടയത്ത് 3 ആളുകളെ കൊലപ്പെടുത്തിയതിനു ശേഷം യു പിയിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവര് സ്വാഭാവികമായിട്ട് പോലീസിനോട് ചോദിക്കുക ആ ജയ്സിംഗിന്റെ ടെലിഫോൺ നമ്പറും മറ്റു കാര്യങ്ങളുമാണ്. മധുര SP അങ്ങനെ ചോദിച്ചതും പോലീസ് ജയ്സിംഗിന്റെ ID കാർഡും അതുപോലെ തന്നെ ടെലിഫോൺ നമ്പറും അവിടുത്തെ SP ഹാൻഡ് ഓവർ ചെയ്തു. ജയ്സിംഗ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെലിഫോൺ നമ്പറാണ് സാജു വർഗീസ് അവിടുത്തെ SP കൊടുത്തത്. ആ ടെലിഫോൺ നമ്പർ കോട്ടയം മുതലേ സ്വിച്ച് ഓഫ് ആണ്, ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ആ ടെലിഫോൺ നമ്പറിനെ ഫോളോ ചെയ്ത മധുര SP അവിടുത്തെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ആ ടെലിഫോണിന്റെ സിം കാർഡ് എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് കണ്ടുപിടിച്ചു. അതോടൊപ്പം ആ ID കാർഡിന്റെ അഡ്രസ്സും കണ്ടുപിടിച്ചു. രണ്ടും ഫേക്കാണ്. ആ നമ്പറും ആ ID കാർഡും ആ പേരും അത് 3ഉം വ്യാജമാണ്. ശരിക്കും അപരിചിതനായ ഒരാള് ജയ്സിംഗ് എന്ന പേരിൽ ഒരു കള്ള ID-യിലെടുത്ത ടെലിഫോൺ നമ്പറുമായിട്ടാണ് കോട്ടയത്ത് ഈ 2 മാസവും ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ വർക്ക് ചെയ്തത്. അതിന്റെ അർത്ഥം അവനൊരു കൊടും ക്രിമിനലാണെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും ഫേക്ക് ഡോക്യുമെന്റുകളുമായി ഒരു കാരണവശാലും ഒരു ജോലിക്ക് ഒരാൾ അന്വേഷിച്ച് വരത്തില്ല. ID കാർഡ് വാങ്ങി വെച്ചതിന് ശേഷമേ ഈ അന്യദേശ തൊഴിലാളികൾക്ക് സാധാരണ രീതിയിൽ കേരളത്തിൽ ആരും ജോലി കൊടുക്കത്തുള്ളൂ. ഡ്രൈ ക്ലീനിങ് ഷോപ്പിന്റെ ഉടമ ലാലസനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് വ്യാജ ID കാർഡ് ആയിരുന്നുവെന്ന് ഇപ്പോഴാണ് സാജു വർഗീസും ടീമും തിരിച്ചറിയുന്നത്. ശരിക്കും കേരളത്തിൽ നിന്ന് മധുരയിലെത്തിയ നമ്മുടെ പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുന്ന പോലെയായി. യു പി പോലുള്ള അതിബൃഹത്തായ സ്റ്റേറ്റിൽ അവൻ കൊടുത്ത അഡ്രസ്സ് വ്യാജമാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. അവൻ ഇനി യു പിക്കാരനല്ലേ? അവന്റെ സംഭാഷണം ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് വടക്കേ ഇന്ത്യ ഭാഗത്തുള്ള ഹിന്ദിയാണ് അവൻ സംസാരിക്കുന്നത് മാത്രമേ അറിയാവൂ. ബീഹാറിയാണോ, ബംഗാളിയാണോ, യു പിക്കാരനാണോ, ജാർഖണ്ഡാണോ എന്നൊന്നും അറിയാൻ വയ്യ. ആ മേഖലയിൽ എവിടെയെങ്കിലുമുള്ള ഒരുത്തനാണ് എന്ന് മാത്രമാണ് ഊഹം. പോലീസ് അങ്ങനെ ഇരുട്ടിൽ തപ്പുമ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിൽ നിന്ന് സൈബർ സെല്ലുകാർ സാജു വർഗീസിനെ വിളിച്ചു. ശരിക്കും ആ കോൾ റിസീവ് ചെയ്ത സാജു വർഗീസിന് ശ്വാസം നേരെ വീണു എന്ന് പറയാം. സൈബർ സെല്ലുകാര് സാജു വർഗീസിനോട് പറഞ്ഞു, സാർ, ആ പ്രവീണിന്റെ ഫോണ് ഉത്തർപ്രദേശിൽ ഫിറോസാബാദ് ജില്ലയിൽ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ന്യൂസാണ് സൈബർ സെല്ല് സാജു വർഗീസിനെ കൊടുത്തത്. അതിനൊപ്പം സൈബർ സെല്ല് ഒരു കാര്യം കൂടി സാജു വർഗീസിനെ അറിയിച്ചു. ജയ്സിംഗ് കോട്ടയത്തായിരിക്കുന്ന ആ 2 മാസവും സ്ഥിരമായി കോൺടാക്ട് ചെയ്യുമായിരുന്ന നമ്പറുകളുടെ ഒരു ലിസ്റ്റ് അവരെടുത്തിരുന്നു. ആ നമ്പറുകളെല്ലാം യു പിയിലെ ഫിറോസാബാദ് ജില്ലയിലാണ്. ആ ഫിറോസാബാദ് ജില്ലയിലുള്ള ഒരു നമ്പറിലേക്ക് പ്രവീണിന്റെ ഫോണിൽ നിന്ന് ഒരു കോള് പോയിട്ടുണ്ട്. ആ കോള് പോയിരിക്കുന്നത് ആ നമ്പർ ഫിറോസാബാദിൽ ആക്റ്റീവ് ആയതിനു ശേഷമാണ്. സാജു വർഗീസിനും ടീമിനും ശരിക്കും നിർണായകമായ ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അവർ ഉടൻ തന്നെ മധുര SP സഹായത്തോടുകൂടി ഫിറോസാബാദിലെ SP കോൺടാക്ട് ചെയ്തതിനു ശേഷം അവിടെ എത്തി. കേരളത്തിലെ ആ മിടുക്കന്മാരുടെ സംഘം ഒരു സെക്കൻഡ് പോലും കളയാതെ മധുരയിൽ നിന്ന് ഫിറോസാബാദിലേക്ക് ഓടിയെത്തി എന്ന് പറയാം. അവിടെ എത്തി SP കണ്ട അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഫിറോസാബാദിലെ സൈബർ സെല്ല് ആ നമ്പറുകളും അവയുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകളും എടുത്തു. ഈ ജയ്സിംഗിന്റെ സുഹൃത്തുക്കളുടെ നമ്പറാണ് ഇപ്പോ ഫിറോസാബാദിലെ ആ സൈബർ സെല്ല് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ആ നമ്പറിലേക്ക് ഇപ്പോ പോലീസ് ബന്ധപ്പെട്ടാൽ അവർ ചിലപ്പോൾ ജയ്സിംഗിന് വിവരം കൈമാറും. അങ്ങനെ സംഭവിച്ചാൽ അവൻ അവിടുന്ന് വീണ്ടും മുങ്ങും. അത് സംഭവിക്കാതെ ആ നമ്പറുകളുടെ ഉടമയെ കോൺടാക്ട് ചെയ്യണം. ഇതിനിടയിൽ പ്രവീണിന്റെ നമ്പർ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. പ്രവീണിന്റെ ഫോണുമായി അവിടെ എത്തിയ ജയ്സിംഗ് അവന്റെ കൂട്ടുകാരനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഫോണ് സ്വിച്ച് ഓൺ ആക്കിയത്. അവൻ എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ഓൺ ആക്കാം. അവൻ സ്വിച്ച് ഓൺ ആക്കിയാൽ അവന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തി അവനെ പിടികൂടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കേസല്ല. ഇപ്പോ പോലീസിന്റെ കയ്യിൽ ആകെ ഉള്ളത് അവൻ കോൺടാക്ട് ചെയ്ത ആ നമ്പറിന്റെ മൊബൈൽ ടവർ ലൊക്കേഷനാണ്. ആ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞാൽ കാര്യം എളുപ്പമാണ്. പക്ഷെ അങ്ങനെ വിളിച്ചാൽ അവൻ ആ നിമിഷം ഏതെങ്കിലും രീതിയിൽ ആ ജയ്സിംഗിനെ കോൺടാക്ട് ചെയ്ത് അവനെ കാര്യം ധരിപ്പിച്ചാൽ പോലീസിന്റെ അതുവരെയുള്ള അന്വേഷണം അവിടെ അവസാനിക്കും. അതുകൊണ്ട് പോലീസ് വളരെ ശ്രദ്ധിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. കേരള പോലീസും ഫിറോസാബാദിലെ ആ പോലീസും ചേർന്ന് ആ മൊബൈൽ ടവർ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന്
വ്യക്തമായി അനലൈസ് ചെയ്തു. അതോടൊപ്പം ആ നമ്പറിന്റെ ഉടമയുടെ ID പ്രൂഫും അവർ സംഘടിപ്പിച്ചു, അഡ്രസ്സും സംഘടിപ്പിച്ചു. വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ടീം പോലീസിനെ ഫിറോസാബാദിലെ SP സാജു വർഗീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ ടീമും സാജു വർഗീസിന്റെ ടീമും ചേർന്ന് ആ അഡ്രസ്സിലുള്ള വീട്ടിലെത്തി. പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു സംഘം പോലീസ് കടന്നു വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്തായാലും പോലീസ് അവനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് അവനെ ഒരു നമ്പർ കാണിച്ചു. ജയ്സിംഗിന്റെ നമ്പറാണ് പോലീസ് അവനെ കാണിക്കുന്നത്. ആ നമ്പർ അവൻ അവന്റെ ഫോൺ ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ വേറൊരു പേര് എഴുതി വരികയാണ്. നരേന്ദ്രൻ എന്നാണ് പേര് എഴുതി വന്നത്. നരേന്ദ്രൻ എന്ന് പേരുള്ള വ്യക്തി അവന്റെ പേര് ജയ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് കോട്ടയത്ത് ജോലി നേടിയിരിക്കുന്നത്. എന്തുകൊണ്ട് ID കാർഡ് വ്യാജമായി എന്നുള്ളതിന്റെ ഒരു ഉത്തരം സാജു വർഗീസിന് കിട്ടി. സർ, ഇവനെ എനിക്കറിയാം, നരേന്ദ്രൻ ഇവിടുന്ന് കേരളത്തിൽ ജോലിക്ക് പോയതാണ്. അവൻ ജോലിക്ക് പോയിട്ട് ഈ അടുത്ത ദിവസങ്ങളിലാണ് മടങ്ങിയെത്തിയത്. ഇവിടെ എത്തിയപ്പോൾ എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. നിനക്ക് നരേന്ദ്രനെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? സർ, അവന്റെ അച്ഛനും സഹോദരനാണ് ഉള്ളത്. പക്ഷെ അവരുമായിട്ടൊന്നും അവന് വലിയ അടുപ്പമില്ല. അവന് അടുപ്പമുള്ളത് എന്നോടാണ്. എന്നെ കൂടെ വിളിക്കും. അവൻ വിളിച്ച നമ്പറിലേക്ക് ഞാനും അങ്ങോട്ട് വിളിച്ചു, പക്ഷെ അത് എടുത്തില്ല. പ്രവീണിന്റെ നമ്പറിലേക്ക് വിളിച്ച കാര്യമാണ് ആ സുഹൃത്ത് പറയുന്നത്. നിനക്ക് നരേന്ദ്രന്റെ വീടറിയാവോ? അറിയാം സാർ. അങ്ങനെ 2015 മെയ് 22 ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണി ആകാറായപ്പോ ഫിറോസാബാദിലെ പോലീസും സാജു വർഗീസിന്റെ കേരള പോലീസും ആ ചെറുപ്പക്കാരന്റെ സഹായത്തോടെ നരേന്ദ്രന്റെ വീട്ടിലെത്തി. അത് ഒരു ചേരി പ്രദേശമാണ്. നോർത്ത് ന്യൂ അംബേദ്കർ കോളനി എന്നാണ് ആ ചേരിയുടെ പേര്. ആ ചേരിയിലേക്ക് കടന്ന പോലീസ് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നരേന്ദ്രന്റെ വീടിന്റെ സമീപമെത്തി. നിശബ്ദമായി ആ വീട് പോലീസ് വളഞ്ഞു നിൽക്കുമ്പോൾ നരേന്ദ്രന്റെ സുഹൃത്ത് വാതിൽ കൂട്ടി ഉറക്കെ നരേന്ദ്ര എന്ന് വിളിച്ചു. സുഹൃത്തിന്റെ ശബ്ദം കേട്ടതും വാതിൽ തുറന്നത് നരേന്ദ്രൻ തന്നെയാണ്. നരേന്ദ്രൻ സുഹൃത്തിനോട് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും സാജു വർഗീസ് അവന്റെ കോളർ പിടിച്ചിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായി കോളറിൽ ഒരാൾ പിടിക്കുന്ന കണ്ട് തിരിഞ്ഞ് അവൻ കാണുന്നത് പോലീസ് വേഷധാരികളെയാണ്. UP പോലീസും കേരള പോലീസും അവനെ വളഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും ആ ന്യൂ അംബേദ്കർ കോളനി കള്ളന്മാരുടെയും കൊലപാതകികളുടെയും ഒരു കേന്ദ്രം തന്നെയാണ്. അവിടെ ചെറിയ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആ കോളനിയെ കുറിച്ച് പരാതി വന്നാൽ UPയിലെ ആ ഫിറോസാബാദ് ജില്ലയിലെ പോലീസ് സാധാരണ രീതിയിൽ അവിടെ തിരിഞ്ഞു നോക്കാറേ ഇല്ല. മോഷ്ടിക്കുക, അവിടെ ഒന്ന് താമസിക്കുക, അത് അവിടുത്തെ ആളുകളുടെ ഒരു രീതിയാണ്. ഇതുപോലെ പ്രമാദമായ കൊലക്കേസുകളൊക്കെ വരുമ്പോൾ മാത്രമാണ് അവർ ഇടപെടുക. എന്തായാലും അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് 25-നാണ് സാജു വർഗീസ് ടീമും നരേന്ദ്രനെ കേരളത്തിൽ മടക്കിക്കൊണ്ടുവരുന്നത്. കോട്ടയത്ത് പോലീസ് ക്ലബിൽ കൊണ്ടുവന്ന നരേന്ദ്രനെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അവൻ വളരെ വിചിത്രമായ ഒരു കഥയാണ് സാജു വർഗീസിനോടും ടീമിനോടും പറഞ്ഞത്. അവനെ ഒരാള് ബലമായി വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് ഞായറാഴ്ച രാത്രിയിലെ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പോലീസിനോട് അവൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ആ കഥയിൽ അവൻ അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റിയില്ല. കാരണം അവൻ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത്, ബസ്സിൽ കയറുന്നത് ഒക്കെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനിടയിൽ പോലീസ് കളക്ട് ചെയ്തിരുന്നു. ആ വിഷ്വലുകൾ അവനെ കാണിച്ചപ്പോൾ അവന്റെ കൂടെ വേറെ ആരുമില്ല എന്നത് വ്യക്തവുമാണ്. കള്ളങ്ങളൊന്നും ഓടില്ല എന്ന് മനസ്സിലായതും അവൻ സാവധാനം പോലീസിനോട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. 2 മാസങ്ങൾക്ക് മുമ്പാണ് അവൻ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ ജോലിക്ക് കയറുന്നത്. അത് തന്നെ ഒരു പത്രപരസ്യം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ പിരിഞ്ഞു പോയപ്പോൾ മറ്റൊരാൾ ആവശ്യമുണ്ടെന്ന് ലാലസൻ ഒരു പരസ്യം ചെയ്തിരുന്നു. ആ പരസ്യം കണ്ടിട്ടാണ് ലാലസന്റെ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിൽ ഈ നരേന്ദ്രൻ എത്തുന്നത്. നരേന്ദ്രനെ പോലുള്ള ആളുകൾ അവിടെ ഫിറോസാബാദിലെ ന്യൂ അംബേദ്കർ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കൈവശം വ്യാജ ID കാർഡുകൾ ഉണ്ടാകും. ടെലിഫോൺ നമ്പറുകൾ പോലും വ്യാജമായിരിക്കും. അവര് ജോലിക്കായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകും. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളോ പണമോ മോഷ്ടിക്കാൻ കിട്ടിയാൽ അതുമായി മുങ്ങുന്നത് അവരുടെ ഒരു സ്ഥിരം പതിവാണ്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ അവൻ ജയ്സിംഗ് എന്ന പേര് ലാലസിനോട് പറയുന്നത്. അയാളെ ബോധ്യപ്പെടുത്താനായി അതിനനുയോജ്യമായ ID കാർഡും ലാലസിനെ കൊടുക്കുകയും ചെയ്തു. ഓരോ തവണയും ഓരോ പേരും ഓരോ ID കാർഡുമാണ് അവരൊക്കെ ഉപയോഗിക്കുക. ലാലസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവൻ വിവാഹിതനാണെന്നും ഭാര്യയും കുട്ടികളുണ്ടെന്നും ഒരു വലിയ കുടുംബത്തിന്റെ ഏക അത്താണി അവനാണെന്നൊക്കെ പറഞ്ഞു. അവന്റെ ആ പ്രാരാബ്ധം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ലാലസൻ അവനെ ജോലിക്ക് വെക്കുന്നത്. പക്ഷേ ജോലിക്ക് വെച്ച് ലാലസൻ ജോലി ചെയ്യിക്കുന്നതിൽ വല്ലാത്തൊരു കണിശക്കാരനാണ്. ജോലിയിൽ ഏതെങ്കിലും ശൈലിയിലുള്ള ഉഴപ്പ് കണ്ടാൽ ലാലസൻ കാര്യമായി വഴക്ക് പറയും. അതും അവന് മനസ്സിലാകുന്ന ഭാഷയിൽ, ഹിന്ദിയിൽ.
ഹിന്ദിയിൽ നന്നായി തെറി പറയാൻ ലാലസിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ശരിക്കും വഴക്ക് കേട്ട് കേട്ട് 2 മാസമാകാറായപ്പോൾ നരേന്ദ്രൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ഈ വഴക്ക് പറയുന്ന, ചീത്ത വിളിക്കുന്ന ലാലസിനിട്ട് ഒരു പണി കൊടുക്കാൻ. അതാണ് അവനെടുത്ത തീരുമാനം. ആ തീരുമാനം നടപ്പിലാക്കാനായി അവൻ അനുയോജ്യമായ ഒരു സമയം കാത്തിരിക്കുമ്പോഴാണ് ഈ ശനിയാഴ്ച രാത്രിയിൽ അതിന് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് രാത്രി അവിടെ പണിയുണ്ടായിരുന്നു. രാത്രി കിംസ് ഹോസ്പിറ്റലുകാരുടെ വർക്ക് തീർക്കാനായി ലാലസൻ ഒത്തിരി പണിയെടുത്തിരുന്നു. പണി കഴിഞ്ഞ ലാലസൻ അയാളുടെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് പോയ നരേന്ദ്രൻ അവിടേക്ക് മടങ്ങി വരുമ്പോൾ ആ ഷോപ്പിന്റെ ഷട്ടർ പകുതി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഷട്ടറിന്റെ അടിയിൽ കൂടി അകത്തേക്ക് നോക്കി നരേന്ദ്രൻ കാണുന്നത് അടിച്ച് ഫിറ്റായിരിക്കുന്ന പ്രവീണിനെയാണ്. അവൻ ആ ഷട്ടർ പൊക്കാതെ അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്ന അവൻ നടന്ന് പ്രവീണിന്റെ അടുത്തെത്തിയിട്ടും പ്രവീൺ അറിഞ്ഞതേയില്ല. പ്രവീണിന്റെ മദ്യപാന ശീലം ലേശം കുപ്രസിദ്ധമായിരുന്നു. നന്നായി മദ്യപിക്കുന്ന പ്രവീൺ മദ്യപിച്ച് ചിലപ്പോൾ ആ ഷോപ്പിൽ കിടന്നതിന് ഉറങ്ങിപ്പോകാറുണ്ട്. ആ സമയത്താണ് നരേന്ദ്രന്റെ ശ്രദ്ധ ആ ഷോപ്പിലെ ഡ്രോയിലേക്ക് പതിയുന്നത്. അതിനകത്ത് കുറച്ച് പണമുണ്ട്. അവൻ ആ ഷോപ്പിന്റെ പുറകുവശത്ത് വന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ലാലസൻ അകത്ത് അവിടെ ഹാളിൽ ചായയിരുന്ന് ഉറങ്ങുന്ന കണ്ടു. സകലരും ക്ഷീണത്തിലാണെന്ന് മനസ്സിലാക്കിയ നരേന്ദ്രൻ ആ അവസരം വിനിയോഗിക്കാൻ തീരുമാനിച്ചു. അതുവരെ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയും നരേന്ദ്രന് ഉണ്ടായിരുന്നില്ല. അവൻ പുറകുവശത്ത് വീട്ടിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ തന്നെയുള്ള ചായ്പിലിരിക്കുന്ന കോടാലി അവൻ്റെ ദൃഷ്ടിപ്പെടുന്നത്. അവൻ ആ കടയുടെ പുറകുവശത്തുകൂടി വീടിൻ്റെ അടുത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് വീട്ടിനകത്ത് ലാലസനും ലാലസന്റെ ഭാര്യ പ്രസന്നകുമാരിയും ഉണ്ട്. പ്രസന്നകുമാരി ഏതാണ്ട് മയക്കത്തിലാണ്. ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പുറകിൽ വന്ന നരേന്ദ്രൻ കോടാലിയുമായിട്ട് വന്ന വഴി കൂടി തന്നെ ആ ഷോപ്പിനുള്ളിലേക്ക് കയറി. അപ്പോഴും പ്രവീൺ നല്ല ഉറക്കത്തിലാണ്. അവൻ അടിച്ച് ഫിറ്റായിരിക്കുകയാണ്. കോടാലിയുമായി കടയ്ക്കുള്ളിലേക്ക് കടന്ന നരേന്ദ്രൻ പ്രവീണിന്റെ പുറകിലെത്തി ആ കോടാലി കൊണ്ട് അവൻ്റെ തലയിൽ ആഞ്ഞൊന്നടിച്ചു. അടിയേറ്റ് പ്രവീൺ താഴെ വീണു. താഴെ വീണ പ്രവീണിനെ അവിടെയിട്ട് 2-3 തവണ വെട്ടിയതിനു ശേഷം അവനെ വലിച്ച് ഹാളിനകത്തേക്ക് കൊണ്ടുവന്നു. അല്പനേരം നിശബ്ദനായിരുന്ന നരേന്ദ്രൻ അവിടെ തന്നെയുള്ള പൈപ്പിൽ കൈ കഴുകി വൃത്തിയാക്കി അവിടെയുള്ള തുണി ഉപയോഗിച്ച് കൈയൊക്കെ തുടച്ച് ഒരു പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് പുറത്തിറങ്ങി താഴത്തെ വീട്ടിലെത്തി പ്രസന്നകുമാരിയെ വിളിച്ചുണർത്തി. പ്രസന്നകുമാരി ഒരു അർത്ഥമയക്കത്തിലായിരുന്നു. അവരോട് കിംസുകാര് ഫോണിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രൻ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത്. അവര് മുകളിലെത്തി പ്രവീൺ ഇരുന്ന കസേരയുടെ അടുത്തെത്തുമ്പോഴേക്കും അവരുടെ തലയിൽ അടി വീണിരുന്നു. അവർക്ക് വാ തുറന്ന് ഒന്ന് അലറാൻ കഴിയും മുമ്പ് അവരുടെ മരണം സംഭവിച്ചു. അവരുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും അവരുടെ പുറത്ത് ആ കോടാലി കൊണ്ട് നരേന്ദ്രൻ മാറി മാറി വെട്ടുകയും ചെയ്തു. അവരെയും വലിച്ച് പ്രവീൺ കിടക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടെത്തിച്ചതിന് ശേഷം വീണ്ടും അവൻ കൈക്ക് കഴുകി വൃത്തിയായി അല്പനേരം അവിടെ ഇരുന്നതിന് ശേഷം താഴെ ഇറങ്ങി ലാലസിനെ വിളിച്ചു. ലാലസിനോട് പറഞ്ഞത് കിംസ് ഹോസ്പിറ്റലിലേക്കുള്ള തുണി കൊണ്ടുപോകാനായി എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, വരാൻ വേണ്ടിയാണ്. ലാലസിന് എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കിംസ് ഹോസ്പിറ്റലിലെ ഹരിശങ്കറിന്റെ കോള് വന്നിരുന്നു. 40 മിനിറ്റിനകം തുണിയുമായി ചെല്ലാമെന്ന് ലാലസൻ ഹരിശങ്കറിന് വാക്ക് കൊടുത്തതുമാണ്. ലാലസൻ ഹരിശങ്കറിനോട് സംസാരിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ലാലസന്റെ ഭാര്യ മുകളിൽ കൊല്ലപ്പെടുന്നത്. അതറിയാതെയാണ് അയാൾ ഹരിശങ്കറോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സംഭാഷണം കഴിഞ്ഞ് അധികം നേരം കഴിയും മുമ്പാണ് നരേന്ദ്രൻ താഴെ മടങ്ങിയെത്തി ലാലസനെ മുകളിലേക്ക് വിളിപ്പിച്ചത്. ലാലസൻ തുണിയെല്ലാം പ്രവീൺ പാക്ക് ചെയ്ത് വെച്ച് കാണും എന്ന ധാരണയിൽ മുകളിലേക്ക് എത്തി അവിടെ പ്രവീൺ ഇരിക്കുന്ന ഭാഗത്തേക്ക് അയാൾ എത്തിയതും പ്രസന്നകുമാരിയെ അറ്റാക്ക് ചെയ്ത അതേ ശൈലിയിൽ നരേന്ദ്രൻ ലാലസന്റെ തലക്കടിച്ചു. അടിയേറ്റ് അയാളും താഴെ വീണു. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാൻ കഴിയും മുമ്പ് ലാലസൻ താഴെ വീഴുകയായിരുന്നു. അയാളെയും വെട്ടി കഷ്ണമാക്കി. അയാളെ വലിച്ച് ആ ഹാളിന്റെ അടുത്തുകൊണ്ട് കിടത്തുമ്പോഴാണ് പ്രവീൺ അനങ്ങുന്നത് നരേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടതും അവൻ ആ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന ആസിഡ് കണ്ടത്. ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഡ്രസ്സിൽ കടുത്ത കറകൾ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. ആ ആസിഡ് എടുത്ത് അവൻ പ്രവീണിന്റെ മുഖത്തേക്ക് ഒഴിച്ചു. ശരിക്കും ആ ആസിഡ് മുഖത്തേക്ക് വീണതും പ്രവീൺ ഒന്ന് പിടഞ്ഞു. അവൻ പിടയുന്ന കണ്ടതും പെട്ടെന്ന് ഒരു ഐഡിയ നരേന്ദ്രന് തോന്നി. നരേന്ദ്രൻ ചുറ്റും ഒന്ന് നോക്കി. അതിനുശേഷം അവൻ 2 ഉയരെടുത്ത്
പ്ലഗി കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ എൻഡ് പ്രവീണിന്റെ പുറത്തേക്ക് വെച്ചു. അതിനുശേഷം അവൻ ആ സ്വിച്ച് ഓണാക്കി. അതിശക്തമായ വൈദ്യുതി പ്രവാഹം ആ നിമിഷത്തിൽ പ്രവീണിന്റെ പുറത്തേക്ക് ഇടിച്ചു കയറിയതും പ്രവീൺ ആ ഷോക്കിലാണ് മരിക്കുന്നത്. ക്രൂരമായ വെട്ടുകൾക്കും ആസിഡ് ആക്രമണത്തിനും പ്രവീണിനെ കൊല ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ആ വൈദ്യുതി പ്രവീണിന്റെ ജീവനെടുത്തു. 3 പേരും മരിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞതും നരേന്ദ്രന്റെ ശ്രദ്ധ പതിഞ്ഞത് ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിലെ ഡ്രോയറിലാണ്. മേശ വലിപ്പിനകത്ത് കുറച്ച് പണമുണ്ട്. അവൻ സ്ഥിരമായി അവിടെ പണം വയ്ക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. അവൻ ആ പണം മുഴുവൻ എടുത്തു. പണം എടുത്തതിന് ശേഷം അവന്റെ ശ്രദ്ധ പതിഞ്ഞത് സാക്ഷാൽ പ്രസന്നകുമാരിയിലാണ്. പ്രസന്നകുമാരിയുടെ കഴുത്തിലുള്ള മാലയും വളയൊക്കെ അവൻ അഴിച്ചെടുത്തു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ പ്രസന്നകുമാരിയുടെ കാതിലെ കമ്മലിൽ പതിയുന്നത്. അവൻ ഒരു ചെവിയിലെ കമ്മൽ അഴിച്ചെടുത്തു. പക്ഷെ മറു ചെവിയിലെ കമ്മൽ അഴിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു കമ്മല കിടക്കുന്നത്. ആ കമ്മൽ അങ്ങനെ കളഞ്ഞിട്ട് പോകാനുള്ള മടി അവനുണ്ട്. അതുകൊണ്ട് അവൻ ആ ഡ്രൈ ക്ലീനിങ് ഷോപ്പിനകത്ത് തന്നെ ഒരു കത്ത് സംഘടിപ്പിച്ച് പ്രസന്നകുമാരിയുടെ ചെവി അറുത്തെടുത്തു. അതുമായിട്ട് അവൻ നേരെ പോയത് വീടിനകത്തേക്കാണ്. അവിടെയുള്ള അലമാര വലിച്ചു തുറന്ന അവന് ആദ്യം കിട്ടിയത് ഒരു ബാഗാണ്. ആ ബാഗിനകത്തേക്ക് അവൻ ആ ചെവി വെച്ചു. അതിനകത്തുണ്ടായിരുന്ന പല സാധനങ്ങളും വലിച്ച് ആ ബാഗിനകത്തേക്ക് കയറ്റി. പോലീസിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഫയലുകളൊക്കെ കൂടി അവൻ എടുത്തിരുന്നു. തിരിച്ച് മുകളിൽ മടങ്ങിയെത്തിയ അവൻ അവിടെ കിടക്കുന്ന പ്രവീണിന്റെ പോക്കറ്റിൽ നിന്ന് ആ ഫോണും കയ്യിലെടുത്തു. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ടതും അവൻ ആ ട്രോളി ബാഗുമായി ഷട്ടറിന്റെ അടിയിൽ കൂടി തന്നെ പുറത്തിറങ്ങി. ഷട്ടർ ഇടാനൊന്നും നിന്നില്ല. ഷട്ടർ ആ സമയത്ത് ഇട്ടാൽ ശബ്ദം ആരെങ്കിലും കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഷട്ടർ ഇടാൻ ശ്രമിക്കാതിരുന്നത്. അവൻ അവിടെ നിന്ന് നടന്ന് ജംഗ്ഷനിലെത്തുമ്പോൾ നൈറ്റ് ഓട്ടോകളുണ്ട്. അതിലൊരു ഓട്ടോയിൽ അവൻ കോട്ടയത്തേക്ക് തിരിച്ചു. അവൻ വളരെ വിസ്തരിച്ച് തന്നെ കഥ പറയുകയായിരുന്നു. ആ കഥ രേഖപ്പെടുത്തിയ പോലീസിന്റെ കയ്യിൽ അവൻ പറഞ്ഞ തെളിവുകളുമുണ്ട്. അവിടെ ആ ന്യൂ അംബേദ്കർ കോളനിയിലെ അവൻ്റെ വീട് സെർച്ച് ചെയ്ത സമയത്ത് ശരിക്കും പോലീസിന് ആ പ്രസന്നകുമാരിയുടെ ആ ചെവി കിട്ടിയിരുന്നു. കോട്ടയത്ത് നിന്ന് അവൻ മോഷ്ടിച്ചുകൊണ്ടുപോയ എല്ലാ ആഭരണങ്ങളും അവൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. അവൻ ആ ഫിറോസാബാദിലെ ന്യൂ അംബേദ്കർ കോളനിയിലെത്തി അധിക സമയം കഴിയുമ്പോൾ പോലീസ് അവിടെ എത്തുകയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൈസ്പീഡ് എന്ന് പേരിട്ടത് വെറുതെയല്ല. എല്ലാ തെളിവുകളും അവനെതിരെ ശേഖരിച്ചതും കേസ് കോടതിയിലെത്തി. 90 ദിവസത്തിനകം കേസ് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത സാജു വർഗീസിന്റെ ടീമും വിചാരണ നടക്കുന്ന സമയത്ത് ഒരുപാട് തെളിവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 53 തെളിവുകളും ശരിക്കും ഈ കേസിൽ നിർണായകമായ കാര്യങ്ങളാണ്. ഫോറൻസിക് തെളിവുകളും കോൾ ഡേറ്റ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും ബ്ലഡ് സാമ്പിളുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം ഉണ്ട്. അതോടൊപ്പം തൊണ്ടിമുതലുകളുടെ ഒരു വൻ ശേഖരവും. അതിനു പുറമെ 72 സാക്ഷികളെ കൂടി കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അതിന്റെയൊക്കെ ഫലമായിരുന്നു സെഷൻസ് ജഡ്ജിന്റെ വിധി. ഈ കേസിൽ നരേന്ദ്രന് കോട്ടയം സെഷൻസ് കോടതി വിധിച്ചത് വധശിക്ഷയാണ്. 2017 സെഷൻസ് കോടതിയുടെ വിധി വരുന്നത്. കോടതിയിൽ അവന് വധശിക്ഷ വിധിക്കുന്ന ആ സമയത്ത് മാധ്യമങ്ങൾ ഒരുപാട് അവിടെ ഉണ്ട്. അവന് ഒരു കുലുക്കവുമില്ല, ഒരു ഭാവമാറ്റവുമില്ല. അവനൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരൻ അവനോട് ചോദിച്ചു, നിനക്കെന്താടാ വിധി കേട്ടിട്ടും ഒരു ഭാവമില്ലാത്തത്? സാർ, ഒരു ടെൻഷന്റെ ആവശ്യമില്ല. വളരെ കൂളായിട്ടാണ് അവൻ ആ മറുപടി പറഞ്ഞത്. ഒരു സീസൺഡ് ക്രിമിനലിന്റെ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ആ പോലീസുകാരൻ ആ സമയത്ത് നരേന്ദ്രനിൽ നിന്ന് കേട്ടത്. ജയിലിലായ നരേന്ദ്രൻ അവിടെ വെച്ച് കെൽട്രോൺ നടത്തിയ ഒരു കോഴ്സ് പഠിച്ച് ഒരു ഡിപ്ലോമയൊക്കെ നേടി. ഇതിനിടയിൽ കേസ് അപ്പീലിന് ഹൈക്കോടതിയിലെത്തി. 2024 ഏപ്രിൽ 25 ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഹൈക്കോടതി അവന്റെ ബിരുദവും അവന്റെ പഠിക്കാനുള്ള താല്പര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് വധശിക്ഷ ജീവ പര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. ഇത് നേരത്തെ കൂടി ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നതുകൊണ്ടാവാം അന്ന് കോട്ടയത്തെ സെഷൻസ് ജഡ്ജി വിധി പറഞ്ഞപ്പോൾ അവൻ അക്ഷോഭനായി കേട്ടുകൊണ്ടുന്നത്. അന്ന് പക്ഷെ ആളുകളൊക്കെ ധരിച്ചത് മലയാളത്തിൽ പറഞ്ഞ വിധി അവന് മനസ്സിലാകാത്തത് കൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അവന് വിധി നന്നായി മനസ്സിലായിരുന്നുവെന്നും ആ വിധി എങ്ങനെ മാറ്റണമെന്ന് അവന് നന്നായിട്ട് അറിയാമെന്നുമാണ് ഇപ്പോൾ ഈ കഥ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ അനലൈസ് ചെയ്യുന്ന ഞങ്ങൾക്ക് തോന്നുന്നത്. അന്ന് ആ 3 പേരെ ക്രൂരമായി കൊല ചെയ്യുന്ന സമയത്ത് നരേന്ദ്രന്റെ പ്രായം വെറും 26 വയസ്സാണ്. 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് അവന് ജോലി കൊടുത്ത ലാലസിനെയും ഭാര്യ പ്രസന്നകുമാരിയും മകൻ പ്രവീണിനെയും നിഷ്ഠൂരമായി കൊല ചെയ്യാനുള്ള ഒരു മനസ്സുള്ള അവൻ ഈ ജീവപര്യന്തം തടവൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ ഈ കൊലകൾ ആവർത്തിക്കില്ല എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? കോടതി ചില കേസുകളിൽ കുറച്ച് ലാഘവബുദ്ധിയോടുകൂടി വധശിക്ഷയെ
ജീവപര്യന്തം ആക്കുന്നില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് ഏവർക്കും തോന്നേണ്ടതാണ്. സുപ്രീം കോടതിയിൽ ഇനിയൊരു അപ്പീലുണ്ട്. കേരള സർക്കാർ അവൻ്റെ ജീവപര്യന്തം വധശിക്ഷ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ വധശിക്ഷ ജീവപര്യന്തമാക്കി ഹൈക്കോടതി മാറ്റിയാൽ അതിനെ വീണ്ടും വധശിക്ഷയാക്കുന്ന ഒരു പ്രവണത സുപ്രീം കോടതിയിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കൂടി ജീവപര്യന്തം തടവായി ആ വിധി അംഗീകരിച്ചാൽ ഒരു 6-7 കൊല്ലം കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ നരേന്ദ്രനെ പുറത്ത് കാണാൻ പറ്റും. അവൻ ആ സമയത്ത് ശക്തനായ ഒരു ക്രിമിനലായി വളർന്നു കഴിഞ്ഞു, അതോ നന്നായോ എന്നുള്ള ചോദ്യം കാലത്തിന് മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ഒന്നാണ്. ഈ കൊലപാതക കഥകൾ കേൾക്കുന്നതിനിടയിൽ മറ്റു കഥകളും കൂടി കേൾക്കുന്നത് നല്ലതാണ്. ഞാൻ ചൈനയുടെ വൻമതിൽ നിർമ്മിച്ച കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ അല്ല ആ വൻമതിൽ രൂപം കൊണ്ടത്. അതൊരു ത്രില്ലറാണ്. അതുകൂടി ഒന്ന് കേട്ടു നോക്കുക. താഴെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.